അങ്ങനെ വാർത്തകൾ വിശദമാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഇടുക്കിയിലേക്കാണ് അല്ലേ. അവിടെ മഴക്കെടുതി എന്തായി, മഴ എങ്ങനെ പെയ്യുന്നു, എത്രത്തോളം നാശനഷ്ടങ്ങളുണ്ട്, എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഇടുക്കിയിലെ നമ്മൾ നേരം വെളുത്തപ്പോൾ കേട്ട വാർത്ത അത് തന്നെയാണ്. കാരണം വെച്ചാൽ സാധാരണ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് ഈ ഓവർനൈറ്റ് ആണ്, നമ്മൾ പുലർച്ചെയാണ് സംഭവമൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് വലിയ പ്രളയം പോലെ വീടിന് മുന്നിൽ വെള്ളം പൊന്തി നിൽക്കുന്ന അവസ്ഥയാണ്. അത് വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നത്. അതെ, അതിശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളം കയറി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. നെടുങ്കണ്ടത്ത് 100 കണക്കിന് വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഈ സമയത്തിനകം മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. താന്നിമൂട് മേഖലയാണ് പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നത്. നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. കട്ടപ്പനയ്ക്ക് സമീപം ഉരുൾപൊട്ടിയെന്നുള്ള സംശയമുണ്ട്. 100 കണക്കിന് വാഹനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ മുഴുവൻ ഉയർത്തിയിട്ടുണ്ട്. 8 മണിയോടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. എന്തായാലും കട്ടപ്പനയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം വലിയ ശക്തമായ ഒഴുക്കാണ് കാണുന്നത്. കാരണം ഡാമിൽ നിന്ന് മാത്രമല്ല, പുറത്ത് ആളുകൾ വസിക്കുന്ന ഭാഗത്ത് പോലും വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നലെ മുഴുവൻ മഴ പെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ഫലമായി കൂടിയായിരിക്കും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കമൊക്കെ അവിടെ കാണാൻ കഴിയുന്നത്. ശരി, എന്തായാലും കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആഷിഖ്, നിലവിലുള്ള അവസ്ഥ എന്താണ്? ഈ വെള്ളം ഉയർന്നതിന് എന്തെങ്കിലും അല്പം നില കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് ആളുകളെ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? തീർച്ചയായും നൗഫൽ, ജിൽസി, മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. പതിയെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ രാത്രി അതല്ലായിരുന്നു സാഹചര്യം. അതിശക്തമായ മഴയാണ് ഹൈറേഞ്ചിൽ ഒട്ടാകെ അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് നെടുങ്കണ്ടം, കുമളി, കട്ടപ്പന ഭാഗങ്ങളിൽ രാത്രി നിർത്താതെ മഴ പെയ്തതിനെ തുടർന്ന് വലിയ തോതിലുള്ള വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് കല്ലാർ പുഴയെല്ലാം കരകവിഞ്ഞൊഴുകി. നെടുങ്കണ്ടത്തായിരുന്നു ഏറ്റവും രൂക്ഷമായ സാഹചര്യം എന്നുള്ളത്. പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായി. നിരവധി ടൗണുകൾ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. താന്നിമൂട്, മുണ്ടിയേരുമ, സന്യാസിയോട, തൂക്കുപാലം, കല്ലാർ തുടങ്ങി ടൗണുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി. കല്ലാർ ടൗണിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടായി. കല്ലാർ ഡാം എല്ലാ ഷട്ടറുകളും തുറക്കുന്ന സാഹചര്യം ഉണ്ടായി. 2018 ഇതിനു മുമ്പ് കല്ലാർ ഡാമിലെ എല്ലാ ഷട്ടറുകളും തുറന്നത് എന്നുള്ളത്. ഈ ഷട്ടർ തുറന്നതിനെ തുടർന്ന് തന്നെ കല്ലാർ പുഴയുടെ ഇരു കരകളിലും വെള്ളം കയറുകയും നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. എത്ര പേരെ മാറ്റി താമസിപ്പിച്ചു എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ ഇതേവരെ ലഭ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ നമുക്കത് തന്നെ. ഈ കട്ടപ്പനയ്ക്ക് സമീപം ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഉരുൾപൊട്ടലാണ് എന്നുള്ളത് അത് സ്ഥിരീകരിക്കാൻ ഇതേവരെ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. പലയിടങ്ങളിലും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലടക്കം ഉണ്ടായിട്ടുണ്ട്. കട്ടപ്പനയിലെ കാഞ്ചിയാർ ടൗണിൽ വലിയ തോതിൽ വെള്ളം കയറി വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ അടക്കം ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ രാത്രി തന്നെ കുമളിയിലും അതിശക്തമായ മഴയായിരുന്നു ലഭിച്ചിരുന്നത്. കുമളി, വണ്ടിപ്പെരിയാർ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ജില്ലാ ഭരണകൂടം മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് കനത്ത ജാഗ്രത പുലർത്തിയിരുന്നു. രാവിലെ ഏതാണ്ട് 4 മണിയോടുകൂടി മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് റൂൾ കർവ് പ്രകാരമുള്ള 137 അടിയിലേക്ക് എത്തിയതോടുകൂടി തന്നെ ഡാം തുറക്കാനുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു. തമിഴ്നാട് ജലവിഭവ വകുപ്പുമായി വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ നടത്തിയതിനു ശേഷം ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഘട്ടം ഘട്ടമായി മുല്ലപ്പെരിയാർ ഡാം തുറക്കാനുള്ള തീരുമാനത്തിലേക്കും ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാർ നദിയുടെ തീരത്തുള്ളവരോട് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം നൽകുന്നത്. നിലവിൽ ഇടുക്കി ജില്ലയിൽ കല്ലാർ ഡാം മാത്രമാണ് തുറന്നിട്ടുള്ളത്. മുല്ലപ്പെരിയാർ ഡാം രാവിലെ 8 മണിയോടുകൂടി തുറക്കുമെന്ന വിവരമുണ്ട്. അതേസമയം ജലനിരപ്പ് കട്ടപ്പനയിലെയും നെടുങ്കണ്ടത്തെയും ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ട്രാവലർ ഒഴുകിപ്പോകുന്ന ദൃശ്യമാണ്. വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യമാണ് ആ കാണുന്നത്. ട്രാവലറിലൊക്കെ ആരെങ്കിലും യാത്രക്കാർ ഉണ്ടായിരുന്നോ? യാത്രക്കാർ ഇറങ്ങിയതിനു ശേഷമാണോ ഈ വാഹനം ഒഴുകിപ്പോയിട്ടുള്ളത്? അങ്ങനെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആ ട്രാവൽ ഒഴുകിപ്പോകുന്നത് കട്ടപ്പനയിൽ നിന്നുള്ള ദൃശ്യമാണ്. കട്ടപ്പനയ്ക്ക് സമീപത്ത് കാഞ്ചിയാറിൽ നിന്നുള്ള ദൃശ്യമാണ്. അത് നിർത്തിയിട്ടിരുന്ന വാഹനമാണ് ഒഴുകിപ്പോകുന്നത് എന്നാണ്. അതിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, സഞ്ചരിക്കുന്ന വാഹനമായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിർത്തിയിട്ടിരുന്ന വാഹനം അതിശക്തമായ മഴയെ തുടർന്നും മഴവെള്ളപ്പാച്ചിലിനെയും തുടർന്നും ഈ ട്രാവൽ ഒഴുകിപ്പോവുകയായിരുന്നു. അതിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള അപകടം അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പരിക്കുകൾ പറ്റിയിട്ടില്ല. പക്ഷെ ആ വാഹനം ഒഴുകിപ്പോയി എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വലിയൊരു വാഹനം തന്നെ ഒഴുകിക്കളയുന്ന നിലയ്ക്ക്
വെള്ളം ഒഴുക്ക് ശക്തമായി വർദ്ധിച്ചിരുന്നു. കട്ടപ്പനയിലേക്ക് അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയെല്ലാം ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. രാത്രി എപ്പോഴാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഇത്രയും രൂക്ഷമായി തുടങ്ങിയത്? എത്ര മണിയാകുമ്പോഴാണ്? ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നോ? ഈ റോഡുകളിലൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നോ ഈ സമയത്ത്? ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് മഴ ഈ ശക്തമായ നിലയിലേക്ക് വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാത്രികാലങ്ങളിൽ ശക്തമായ മഴയാണ് ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഒരു 8 മണിയോട് കൂടി തന്നെ എല്ലാവരും തന്നെ വീടുകളിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 8 മണിയോട് കൂടി ശക്തമായ മഴ ആരംഭിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കുമളിയിലെല്ലാം 8 മണി സമയത്ത് അതിശക്തമായ മഴ പെയ്യുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് കട്ടപ്പന, നെടുങ്കണ്ടം ഭാഗങ്ങളിലേക്ക് മഴ വ്യാപിപ്പിക്കുന്നത്. രാത്രി ഒരു 2 മണിയോട് കൂടി അതിശക്തമായ മഴയാണ് കട്ടപ്പനയിലെല്ലാം ലഭിച്ചത് എന്നുള്ളതാണ്. കട്ടപ്പന പുലർച്ചെ 4 മണിയോടെ ആകുമ്പോഴേക്കും നമുക്ക് വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുലർച്ചെ 4 മണിയോടെ നമുക്ക് ലഭിച്ചു തുടങ്ങിയിരുന്നു. പല ഇടങ്ങളിലും വളർത്തുമൃഗങ്ങളും വാഹനങ്ങളും അടക്കം ഒഴുകിപ്പോയിരുന്നു. അതുകൊണ്ട് രാത്രി സമയത്തായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അപകടങ്ങൾ, ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മറ്റോ ഉണ്ടായിട്ടില്ല ആഷിഖ്, അത് തന്നെ വലിയ ആശ്വാസകരമാണ്. ആളുകൾക്ക് വലിയ അപകടങ്ങളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടി തുറക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യതയുണ്ടോ? ആ പ്രദേശത്ത് നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? നമുക്കറിയാം, നമ്മൾ കരുതുന്നത് പോലെ അത്ര ഗ്രേവായ ഒരു സംഭവമല്ല മുല്ലപ്പെരിയാറിന്റെ ഡാം തുറക്കുക എന്നുള്ളത്. മുല്ലപ്പെരിയാർ അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് റൂൾ കർവ് പ്രകാരം 137 അടിയിലേക്ക് ജലനിരപ്പ് എത്തുമ്പോഴേക്കും ഡാമുകൾ തുറക്കുക. അത് അത്രമേൽ വലിയ ജലപ്രവാഹമോ മറ്റോ ഒന്നും ഈ പെരിയാർ നദിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ സ്വാഭാവികമായ ഒരു ജാഗ്രതാ നടപടികളുടെ ഭാഗമായിട്ടാണ് പെരിയാറിന്റെ തീരത്തുള്ള ആളുകളോട് ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നത്. വലിയ തോതിലുള്ള ഒരു ജലപ്രവാഹമോ മറ്റോ ഒന്നും തന്നെ മുല്ലപ്പെരിയാർ ഡാം തുറക്കുമ്പോൾ ഉണ്ടാകുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെ നിലവിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 137.45 അടിയായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ